Hello everyone, welcome back to Students Focus. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മീറ്റിംഗ്സിനെ കുറിച്ചാണ്. മീറ്റിംഗ്സ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനും നിങ്ങൾ കുറച്ച് പേരും കൂടെ റോഡിൽ കൂടെ പോകുന്നു എന്ന് വിചാരിക്കുക. ബൈ ചാൻസ് നമ്മൾ കണ്ടുമുട്ടി സംസാരിച്ചു. അതിനെ നമ്മൾ മീറ്റിംഗ് എന്ന് പറയുമോ? പറയില്ല. ഫോർമൽ ആണെങ്കിലും ഇൻഫോർമൽ ആണെങ്കിലും നമ്മൾ മീറ്റിംഗ് എന്ന ടേമിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം എന്ന് വെച്ചാൽ ഒരു ഡെലിബറേറ്റീവ് അസംബ്ലി ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. അതായത് ഇപ്പം ഞാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നിങ്ങളുടെ അടുത്ത് പറയുന്നു ഇത്ര ദിവസം ഇപ്പോൾ ജാനുവരി 1 നമ്മൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, ഇന്ന ഡിസിഷൻസ് എടുക്കുക അല്ലെങ്കിൽ ഇന്ന ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറയുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആ സമയത്ത് ഒന്നിച്ച് അസംബിൾ ചെയ്യുമ്പോൾ ഗ്യാദർ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ മീറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ബൈ ചാൻസ് ആരെങ്കിലും കണ്ടുമുട്ടി സംസാരിക്കുന്നതിന് നമ്മൾ മീറ്റിംഗ് എന്ന ടേമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ ഡെഫിനേഷൻ ഓഫ് മീറ്റിംഗ് എന്താണ്? ഫോർമൽ ഓർ ഇൻഫോർമൽ ഡെലിബറേറ്റീവ് അസംബ്ലി ഓഫ് ഇൻഡിവിജ്വൽസ്. എന്തിനു വേണ്ടിയാണ് ഇൻഡിവിജ്വൽസ് ഇങ്ങനെ കൂടുന്നത്? ടു ഡിബേറ്റ് സർട്ടൻ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ആൻഡ് ടേക്ക് ഡിസിഷൻസ്. എന്തെങ്കിലും ഇഷ്യൂസിനോ പ്രോബ്ലംസിനെ പറ്റി ചർച്ച ചെയ്യുക, അതിലൊരു തീരുമാനം എടുക്കുക, അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, അതിനു വേണ്ടിയാണ് നമ്മൾ ആളുകൾ ഒത്തുകൂടുന്നത്. അപ്പോൾ ഫോർമൽ മീറ്റിംഗ്സ് ആണെങ്കിൽ നമ്മൾ എന്താണ്, ഫോർമൽ മീറ്റിംഗ്സിൽ അതിൻ്റെ ടൈം, ഡേറ്റ്, ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ ഇൻഫോം ചെയ്യണം. എത്ര നേരം ഉണ്ടാവും മീറ്റിംഗ്, നമ്മുടെ മീറ്റിങ്ങിൽ അജണ്ട എന്താണ്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്, അത് ഏത് സമയത്താണ് തുടങ്ങുന്നത്, ഏത് സ്ഥലത്ത് വെച്ചാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ നമ്മൾ മീറ്റിങ്ങിൽ വരുന്ന ആളുകളെ ഇൻഫോം ചെയ്യണം. ഇനി നമുക്ക് മീറ്റിംഗ്, ഫോർമൽ മീറ്റിംഗ് ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് നോക്കാം. ഫോർമൽ മീറ്റിംഗ് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഓർഗനൈസേഷണൽ മീറ്റിംഗ്. അതായത് അത് കുറച്ചും കൂടെ ടോപ്പ് ലെവലിൽ വരുന്ന മീറ്റിംഗ് ആണ്. ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ്, അല്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ്, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, അതെല്ലാമാണ് ഓർഗനൈസേഷണൽ മീറ്റിങ്ങിൽ വരുന്നത്. സെക്കൻഡ് വൺ വരുന്നത് ഓപ്പറേഷണൽ മീറ്റിംഗ്. ഓപ്പറേഷണൽ മീറ്റിംഗ് മീൻസ് കുറച്ചും കൂടെ താഴത്തെ ലെവലിൽ വരുന്ന മീറ്റിംഗ് ആണ്. അതായത് എംപ്ലോയീസ് മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മീറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ ഫ്യൂച്ചറിൽ സെയിൽസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഓപ്പറേഷണൽ ലെവലിലുള്ള താഴത്തെ ലെവലിലുള്ള എംപ്ലോയീസ് മീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓപ്പറേഷണൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ മീറ്റിംഗ് കുറച്ചും കൂടെ ഹയർ ലെവൽ അതോറിറ്റീസാണ് മീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു മീറ്റിങ്ങിനെ അതൊരു മീറ്റിംഗ് ആണ് എന്ന് പറയണമെങ്കിൽ, ആ മീറ്റിങ്ങിൻ്റെ ഗണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് റിക്വസിറ്റ്സ് ഉണ്ട്. ആ റിക്വസിറ്റ്സ് പാലിച്ചാലേ നമ്മളതൊരു മീറ്റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ റിക്വസിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് സെലക്ട് ദ റൈറ്റ് പാർട്ടിസിപ്പൻസ്. മീറ്റിങ്ങിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടതെന്നുള്ള കറക്റ്റായ ആളുകളെ തീരുമാനിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ 10,000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിൽ മാനേജർ ഗ്രേഡിലുള്ളവരുണ്ടാവും, CEO ഉണ്ടാവും, അക്കൗണ്ട്സിലുള്ളവരുണ്ടാവും, പിന്നെ ഡെയിലി വേജസിന് ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടാവും, പലതരത്തിലുള്ള സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഡിസൈഡ് ചെയ്യാൻ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഈ 10,000 പേരെയും കൂടി വിളിച്ചാണോ നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്? അല്ല. ഇപ്പോൾ സെയിൽസ് റിലേറ്റഡ് മീറ്റിംഗ് ആണെങ്കിൽ അതിൽ ആരൊക്കെയാണോ പങ്കെടുക്കേണ്ടത് അങ്ങനെയുള്ള ആളുകളെ മാത്രം നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. ഇപ്പോൾ സെയിൽസ് ഹെഡാണ് വരേണ്ടത്, അല്ലെങ്കിൽ CEO ആണ്, അങ്ങനെ ആരൊക്കെയാണ് മീറ്റിങ്ങിനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആ പാർട്ടിസിപ്പൻസിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക. ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ മീറ്റിംഗ് ഹാവ് ടു ബി ചൂസൺ വിത്ത് എക്സ്ട്രീം കെയർ. അതിപ്പോൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിലുള്ള മെമ്പേഴ്സിനെയാണോ നമ്മൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യണം. എന്തുകൊണ്ടാണ്? കൃത്യമായ പാർട്ടിസിപ്പൻസ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്താൽ മാത്രമേ അതിന് ആ ഇഷ്യൂവിന് ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനോ, ഒരു ഡിസിഷൻ എടുക്കാനോ, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനോ ഒക്കെ നമ്മൾക്ക് സാധിക്കുള്ളൂ. എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയാണല്ലോ നമ്മൾ മീറ്റിംഗ് കൂടുന്നത്, അല്ലാതെ വെറുതെ ഒരു രസത്തിനല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കൃത്യം പാർട്ടിസിപ്പൻസ് കറക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ദെൻ എ പോയിന്റ് ഓഫ് വ്യൂ അബൌട്ട് ദ ഇഷ്യൂ, ദ നീഡ് ടു നോ, ദ അതോറിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഓർ എനി യൂസ്ഫുൾ ഇൻഫർമേഷൻ. അങ്ങനെ പല കാര്യത്തിൻ്റെ ബേസിലാവും നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചില ആളുകൾ ആ മീറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, അവർ വന്നാലേ പ്രോപ്പർ ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചില ആളുകൾ ഈ മീറ്റിങ്ങിൽ എടുക്കുന്ന ഡിസിഷൻസ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് അവരെ ഇൻവൈറ്റ് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ, അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്, അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെ നമ്മൾ പാർട്ടിസിപ്പൻസ് ആയിട്ട് ചൂസ് ചെയ്യണം. അങ്ങനെ എന്തിൻ്റെ ബേസിലാണെന്ന് നമ്മൾ നോക്കിയിട്ട് ആ മീറ്റിങ്ങിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ അജണ്ട എന്താണെന്നുള്ളതിൻ്റെ ബേസിൽ നമ്മൾ കൃത്യമായ പാർട്ടിസിപ്പൻസിനെ ചൂസ് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ വരുന്നത് സെൻഡ് ഇൻറ്റിമേഷൻ ടു ഓൾ പാർട്ടിസിപ്പൻസ്. നമ്മൾ പാർട്ടിസിപ്പൻസിനെയൊക്കെ ചൂസ് ചെയ്തു, ആരൊക്കെയാണെന്നൊക്കെ തീരുമാനിച്ചു, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കൃത്യമായ നോട്ടീസ് കൊടുക്കണം.
ഇപ്പോൾ എന്നാണ് മീറ്റിംഗ്, അല്ലെങ്കിൽ എത്ര ദിവസം മുമ്പാണ്. ഇപ്പോൾ ഇന്ന് നോട്ടീസ് കൊടുത്തിട്ട് ഞാൻ പറയുവാണ് ഇന്ന് 10 മണിക്ക് നോട്ടീസ് കൊടുത്തിട്ട് 11 മണിക്ക് മീറ്റിങ്ങിന് വരണം, അല്ലെങ്കിൽ 10:30 വരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനോ അതനുസരിച്ച് മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യാനോ സാധിക്കുമോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ്, അതായത് മിനിമം 2-3 ഡേയ്സിന് മുമ്പെങ്കിലും നമ്മൾ നോട്ടീസ് സെർവ് ചെയ്യണം അതിലുള്ള പാർട്ടിസിപ്പൻസിന്. അത് പല മീറ്റിങ്ങിനും പല രീതിയിലാണ്. ചില മീറ്റിംഗ്സിന് 7 ഡേയ്സ് ആവാം, ചിലതിന് 10 ഡേയ്സ് മുമ്പേ നോട്ടീസ് സെർവ് ചെയ്യണം, ചിലതിന് 15 ഡേയ്സ് ആണ്, ചിലതിന് 21 ഡേയ്സ് മുമ്പേ നോട്ടീസ് നമ്മൾ സെർവ് ചെയ്തിരിക്കണം ആ മീറ്റിങ്ങിന്. അത് ആ മീറ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ പർപ്പസൊക്കെ അനുസരിച്ചിരിക്കും. എന്നാലേ അതിലുള്ള പാർട്ടിസിപ്പൻസിന് കൃത്യമായ ഡാറ്റാസ് അറേഞ്ച് ചെയ്യാനും അത് മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യാനെല്ലാം സാധിക്കുള്ളൂ. നമ്മൾ ആ നോട്ടീസിൽ എന്തൊക്കെ മെൻഷൻ ചെയ്യണം? ഇപ്പോൾ എന്നാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, ഏത് സമയത്താണ്, പിന്നെ എവിടെ വെച്ചിട്ടാണ് മീറ്റിംഗ്, അതിൽ ഏതൊക്കെ പാർട്ടിസിപ്പൻസ് ഉണ്ട്, ആ മീറ്റിങ്ങിൻ്റെ അജണ്ട എന്താണ്. അതായത് നമ്മൾ ഇന്നൊരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അതിന് ഇന്നൊരു പ്രോബ്ലം ഉണ്ട്, അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇന്നത്തെ മീറ്റിംഗ്. അല്ലെങ്കിൽ നമ്മളുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനുള്ള എന്ത് സ്റ്റെപ്സ് എടുക്കണം, അതിന് വേണ്ടിയാണ് ഇന്നത്തെ മീറ്റിംഗ്. അങ്ങനെ നമ്മളുടെ അജണ്ട എന്താണെന്നും കൂടെ നോട്ടീസിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ആ പാർട്ടിസിപ്പൻസിന് അതനുസരിച്ച് അറേഞ്ച് ചെയ്യാനായിട്ട്, പ്രിപ്പയർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി തേർഡ് വൺ വരുന്നത് സെറ്റ് ആൻഡ് അജണ്ട. നമ്മളൊരു അജണ്ടയുടെ ബേസിൽ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യാണ്, ഓക്കെ ഇന്ന് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എനിക്ക് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് പോകാനുണ്ട്, അത് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് ഇന്നൊരു വർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു അജണ്ട സെറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ദിവസത്തെ കുറച്ചും കൂടെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് സ്റ്റുഡൻസ് ആണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ആരാണെങ്കിലും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു മീറ്റിംഗ്, ഒരു അജണ്ട ഇല്ലാതെ വെറുതെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താൽ ആ മീറ്റിങ്ങിൽ നമ്മൾ വിചാരിക്കുന്ന അത്ര പർപ്പസ് ഉണ്ടാവില്ല. നമ്മുടെ പർപ്പസ് എന്താണോ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ കൃത്യമായിട്ട് ഒരു അജണ്ട സെറ്റ് ചെയ്യുക. എന്ത് കാര്യമാണ് നമുക്ക് ആ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യേണ്ടത്, ഏത് ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്, ആ മീറ്റിങ്ങിൻ്റെ സബ്ജക്റ്റ് എന്താണ്, അതിൽ ആരൊക്കെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ 4-5 പേര് സംസാരിക്കുന്നെങ്കിൽ ഓരോരുത്തർക്കും എത്ര ടൈമാണ് അലോട്ട് ചെയ്തേക്കുന്നത്, ഓരോരുത്തരും എന്ത് സബ്ജക്റ്റിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അജണ്ട സെറ്റ് ചെയ്തിട്ട് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുന്നത്. ദെൻ ഫോർത്ത് വൺ വരുന്നത് അപ്പോയിൻറ്റ് എ ഫെസിലിറ്റേറ്റർ. അതായത് മീറ്റിംഗ് കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാനും മുമ്പോട്ട് കൊണ്ടുപോകാനും ഒരു ഫെസിലിറ്റേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുക. അത് നോർമലി ചിലപ്പോൾ ചെയർമാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൻ്റെ തന്നെ പാർട്ടായിട്ടുള്ള ഒരാളായിരിക്കാം നമ്മൾ ഫെസിലിറ്റേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്താണ് ഈ ഫെസിലിറ്റേറ്ററുടെ ജോലി? നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ ഫെസിലിറ്റേറ്ററുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോപ്പർ വഴിയിൽ കൂടെ, അതായത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അത് കൃത്യമായിട്ടൊരു കൺക്ലൂഷനിലെത്താൻ അല്ലെങ്കിൽ ഒരു ഡിസിഷനിലെത്താൻ തക്ക രീതിയിലാണോ ഈ മീറ്റിംഗ് പോകുന്നത്, അല്ലെങ്കിൽ മീറ്റിംഗ് കൂടിയിട്ട് മീറ്റിങ്ങിൽ എല്ലാവരും കൂടെ അടിച്ചു പിരിഞ്ഞാൽ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാൻ പറ്റുമോ, ആ മീറ്റിംഗ് നമുക്കൊരു വൃത്തിയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. സോ ആ മീറ്റിംഗ് കൃത്യമായ രീതിയിലാണോ പോകുന്നത്, പിന്നെ ആ മീറ്റിങ്ങിൽ ആരൊക്കെ എപ്പോഴൊക്കെ സംസാരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഓക്കെ 10 o'clock ആയി, അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ മിസ്റ്റർ എ ഇന്ന സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് 11 o'clockനാണ് അടുത്ത ആളെങ്കിൽ ഓക്കെ 11 o'clock ഇന്ന ആൾ ഇന്ന സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മീറ്റിംഗ് ഗൈഡ് ചെയ്തുകൊണ്ട് പോവുക, അത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. ആ മീറ്റിംഗ് അതിൻ്റെ ട്രാക്കിൽ നിന്ന് മാറിപ്പോവാതെ കൃത്യം ട്രാക്കിലൂടെയാണോ പോകുന്നത്, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കത്തക്ക രീതിയിലാണോ മീറ്റിംഗ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കലാണ് ഫെസിലിറ്റേറ്ററുടെ ജോലി. ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക, തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ മീറ്റിങ്ങിനെ കൊണ്ടുപോവുക. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഫിഫ്ത്ത് വൺ, അറൈവ് അറ്റ് ക്ലിയർ കൺക്ലൂഷൻസ് ആൻഡ് ഫോർമുലേറ്റ് നെക്സ്റ്റ് സ്റ്റെപ്സ്. അതായത് നമ്മൾ മീറ്റിങ്ങിൽ കുറച്ച് കൺക്ലൂഷൻസ് എത്തണം, അല്ലെങ്കിൽ കുറച്ച് ഡിസിഷൻസ് എടുക്കണം. അതിനുവേണ്ടിയല്ലേ നമ്മൾ മീറ്റിംഗ് കൂടിയേക്കുന്നത്. എന്തെങ്കിലും പ്രോബ്ലംസോ ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ട്, അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക, അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുക. എന്തൊക്കെയാണ് ഓക്കെ നമുക്ക് ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് ഡിസിഷൻസ് എടുക്കുക. അതിനാവശ്യമുള്ള സ്റ്റെപ്സ് ഫോർമുലേറ്റ് ചെയ്യുക. ഓക്കെ, after deliberation on an agenda topic, it is necessary to summarize what was discussed, state lucidly the deductions arrived at, and decide on the future steps that need to be taken. നമ്മൾ കുറേ ഡിസിഷൻസ് എടുത്തിട്ട് പോയിട്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി, പിന്നെ ഒന്നും ചെയ്യാതിരുന്നാൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം, നമ്മൾ പറഞ്ഞ ഈ കാര്യം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്സ് എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ കൺക്ലൂഷനിലും ഡിസിഷനിലും എത്തുക. അതിനാവശ്യമായ
സ്റ്റെപ്സ് ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ സിക്സ്ത് വൺ വരുന്നത് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ക്രിയേറ്റിവിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഇപ്പോൾ ഒരു ടോപ്പ് സെൻട്രിക് മീറ്റിംഗ് ആണെങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാം കൂടെ ഒരു മീറ്റിംഗ് കൂടുവാണെന്ന് വിചാരിക്കാം. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ ആരെയും ഞാനൊന്നും സംസാരിക്കാനോ അങ്ങനെയൊന്നും അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കുന്നു അത് ശരിയല്ലേ, അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ ശരിയാണ്, അതെല്ലാം അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ, അങ്ങനെ പറയുവാണെങ്കിൽ, അങ്ങനത്തെ ഒരു മീറ്റിംഗ് ആണെങ്കിൽ അത് അതിൻ്റെ പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്, ഞാൻ തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഒരാളായിട്ട് ഡിസിഷൻ എടുക്കുമ്പോൾ അത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ചിന്തിച്ചോളണമെന്നില്ല. ആ സമയത്ത് എല്ലാവരും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു മീറ്റിംഗ് ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സജഷൻസ് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയുന്നു അല്ല അത് അങ്ങനെ ചെയ്താൽ അതിൽ ഇന്ന പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴായിരിക്കും ചിലപ്പോൾ ഞാനും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. സോ അങ്ങനെ ഒരു ക്രിയേറ്റീവായ ഡിസിഷൻ നമുക്ക് എടുക്കണമെങ്കിൽ മീറ്റിംഗ് കുറച്ചും കൂടെ ഇൻറ്ററാക്റ്റീവ് ആയിരിക്കണം. മറ്റുള്ളവർക്കും കൂടെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അതിപ്പോൾ സ്റ്റാഫ് ആണെങ്കിലും അല്ലെങ്കിൽ താഴെയുള്ള ജോലിക്കാരാണെങ്കിലും ആരാണെങ്കിലും മറ്റുള്ളവർക്കും കൂടെ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്താലേ ഉള്ളൂ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസും കൂടുതൽ ഐഡിയാസും കൂടുതൽ ക്രിയേറ്റിവിറ്റിയൊക്കെ മീറ്റിങ്ങിൽ വരുള്ളൂ. നമുക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടുള്ളൂ, ഏത് രീതിയിൽ ആ കാര്യം നന്നായിട്ട് സോൾവ് ചെയ്യാമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഒരു ടോപ്പ് സെൻട്രിക് മീറ്റിംഗ് ആണെങ്കിൽ ടോപ്പിലുള്ള ആൾ പറയുന്നു, അത് ബാക്കി എല്ലാവരും അതേപടി യെസ് എന്ന് പറഞ്ഞിട്ട് അനുസരിക്കുവാണെങ്കിൽ മീറ്റിങ്ങിൻ്റെ പർപ്പസ് പ്രോപ്പറായിട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. മീറ്റിംഗ് ഷുഡ് ബി ഓപ്പർച്യൂണിറ്റി ടു ബ്രിങ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് into the room in order to collaborate, debate, decide and perform the real work of a team. നമ്മൾ പല കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ തർക്കിക്കേണ്ടതാണെങ്കിൽ തർക്കിക്കും. ഇപ്പോൾ ഞാൻ പറയുന്നു ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു, അപ്പോൾ നിങ്ങൾ പറയുന്നു അല്ലാതെ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല, അതിൽ ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ വേറെ ആരെങ്കിലും ചിലപ്പോൾ അതിന് ഡിബേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ചെയ്തിട്ട് അവസാനം എന്താണ്, നമ്മൾ നല്ലൊരു കൺക്ലൂഷനിലെത്തും. എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിൽ നല്ല നല്ല ഐഡിയാസ് വരുന്നു. സോ ഇത്രയും റിക്വസിറ്റ്സ് ഉണ്ടെങ്കിലേ നമ്മൾ ഒരു മീറ്റിങ്ങിനെ ആ മീറ്റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അല്ലാതെ രണ്ടാളുകളോ കുറച്ച് പേരോ ബൈ ചാൻസ് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്നതിനെ നമ്മൾ മീറ്റിംഗ് എന്ന് പറയില്ല. സോ ഇതാണ് മീറ്റിങ്ങിൻ്റെ റിക്വസിറ്റ്സ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിതിൻ്റെ ബാക്കി ടോപ്പിക്സ് കവർ ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു യു.